Hi all. So welcome to Mentorbee's official YouTube channel. So ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അക്കാഡമിക് ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ 10th ബോർഡ് എക്സാമിനെ കുറിച്ചാണ്. ഓക്കെ, സോ 10th ബോർഡ് എക്സാമിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർക്ക് പേടിയുണ്ടാവും, കുറച്ച് ആൾക്കാർ നിസ്സാരമായിട്ട് കാണുന്നുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത്, എക്സാമിന്റെ പേപ്പർ എങ്ങനെയായിരിക്കും, ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ നമുക്ക് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിരിക്കും നമ്മളൊരു വീഡിയോ ഡിസ്കസ് ചെയ്യുക. സോ നമുക്കറിയാം, നമ്മുടെ ബോർഡ് എക്സാം ഒരു February 15th ഒക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. സോ നമ്മുടെ ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഇയേഴ്സിന് മുന്നേ ഉള്ള പോലെ ഒരു എക്സാം അല്ല നമ്മളുടെ ഇപ്പോഴത്തെ, അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യം അപ്ലൈ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ഓരോ ക്വസ്റ്റിനും അല്ലെങ്കിൽ ഓരോ ആൻസറും ചെയ്യാൻ എന്നുള്ള ഒരു റൂൾ, ഒരു റെഗുലേഷൻ നമ്മുടെ ആ ഒരു പോളിസിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഉൾപ്പെടുന്ന രീതിയിൽ കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. അതായത് വെറുതെ മെമ്മറൈസ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻസറുകൾ എഴുതാൻ പറ്റില്ല. പഠിച്ച കാര്യം വളരെ കൃത്യമായി ഒരു സിനാറിയോയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് ആൻസറിലേക്ക് എത്താൻ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്താണ്, പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന, അതായത് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ഈ ഒരു ബോർഡ് എക്സാമിന് മുന്നേ ഒരു 3 to 4 months ബിഫോർ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ CBSE ബോർഡ് ആ പാറ്റേൺ എങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യും. ഓക്കെ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. സോ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് നമ്മൾ CBSE ബോർഡ് ഇത് വെച്ചിരിക്കുന്നത്, ആ പാറ്റേൺ എങ്ങനെയാണ്, ഇതൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ മാത്തമാറ്റിക്സ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ അതിനകത്തൊക്കെ കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം, നമുക്ക് ആദ്യമേ തന്നിട്ടുള്ള CBSEയുടെ കരിക്കുലം അല്ലെങ്കിൽ നമ്മുടെ സിലബസ്, ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വെയിറ്റേജ്, ഓരോ ചാപ്റ്ററിന് എത്ര മാർക്കുകളാണ്, അല്ലെങ്കിൽ എത്ര പീരീഡ് ആണ്, എത്ര ഹവർ ആണ്, എത്ര വെയിറ്റേജ് ആണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, മാർക്ക് വെയിറ്റേജ് ടു ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ്. സോ ശ്രദ്ധിച്ചോളുക, നമ്മളുടെ നോക്കിയതാ ഇവിടെ ഒരു പൈ ചാർട്ടിൽ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എത്രയൊക്കെയാണെന്നുള്ള വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. നമ്പർ സിസ്റ്റം, യു ഓൾറെഡി നോ, ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റം, നമ്മുടെ റിയൽ നമ്പേഴ്സ് വരുന്നത് എന്താണ്, 7%. ടോട്ടൽ മാർക്സിന്റെ 7% ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്പർ സിസ്റ്റം വരുന്നത്. നെക്സ്റ്റ് വരുന്ന ആൾജിബ്രയാണ്. ആൾജിബ്ര 25% മാർക്സ് ആൾജിബ്ര വരുന്നു. ആൾജിബ്ര നോക്കുമ്പോഴത്തേക്കും അതെന്താണ്, അങ്ങനെ ഒരു ചാപ്റ്റർ ഞങ്ങൾക്ക് പഠിക്കാനില്ലല്ലോ. യെസ്, there is, wait, I'll get that to you. Okay, and then അടുത്ത വരുന്നത് കോർഡിനേറ്റ് ജിയോമെട്രി. കോർഡിനേറ്റ് ജിയോമെട്രി എന്ന് പറയുമ്പോൾ 7% മാർക്ക്. ജോമെട്രി, then geometry, never heard of something like geometry അല്ലേ? അങ്ങനെ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ടോ? ഉണ്ട്. പക്ഷേ അതിനകത്തുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ ഉടനെ കാണുമ്പോൾ മനസ്സിലാവും. നോ, ജിയോമെട്രി 19%, ട്രിഗണോമെട്രി 15%, മെൻസുറേഷൻ എന്താണ് നമ്മുടെ മെഷറിങ് കാര്യങ്ങളൊക്കെ വരുന്ന മെൻസുറേഷൻ നമുക്ക് 13%, ആൻഡ് ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ 14% മാർക്സുമാണ് ടോട്ടൽ നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് പ്രകാരമുള്ള അലോക്കേഷൻ, മാർക്കിന്റെ അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് മനസ്സിലായെന്ന് വരില്ല. ഓൾജിബ്ര അങ്ങനെ ഒരു ചാപ്റ്റർ ഞങ്ങൾക്ക് പഠിക്കാനില്ലല്ലോ, ജോമെട്രി അങ്ങനെ ഒരു സാധനം പഠിക്കാനില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി, ഓരോ ചാപ്റ്ററിന്, ഇത് യൂണിറ്റ് ആണ്, ബട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഓരോ ചാപ്റ്ററിന് ഉദ്ദേശം അല്ലെങ്കിൽ ഒരു അഗ്രഗേറ്റ്, ഒരു ആവറേജ്, ഒരു മീൻ എത്ര മാർക്ക് നമുക്ക് ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കളയാം. സോ നമ്മളുടെ നോക്കിക്കോളുക. യെസ്, ദേ കിടക്കുന്നു നമ്പർ സിസ്റ്റം, ദെൻ റിയൽ നമ്പേഴ്സ്. നമ്പർ സിസ്റ്റത്തിനകത്ത് ആദ്യമേ കിടക്കുന്നു റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പർ 6 മാർക്സ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ആ യൂണിറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ 6 മാർക്ക് ഒബിയസ്ലി അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. നൗ നെക്സ്റ്റ് കംസ് ദി ഓൾജിബ്ര. ഓൾജിബ്രയ്ക്ക് എന്നുള്ള യൂണിറ്റിനകത്ത് നമുക്കുള്ള ചാപ്റ്റേഴ്സ് അതൊക്കെയാണ്. പോളിനോമിയൽസ് ഉണ്ട്, പാരാഫ്രീനറി ഇക്വേഷൻ ഉണ്ട്, ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നൊരു ചാപ്റ്റർ കൂടെ ഉണ്ട്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ 4 ചാപ്റ്ററിൽ കൂടെ 20 മാർക്സ് ആണ് നമുക്ക് നമ്മളുടെ ഇതിനകത്ത് വരുന്നത്. നൗ അതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3 to 4 മാർക്സ് നമുക്ക് അവിടെ പോളിനോമിയൽസ് വരും, ദെൻ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് 6 to 7 മാർക്സ്, quadratic equation 6 to 7 marks, again arithmetic progression 4 to 5 marks. അപ്പോൾ ഇത്രയും മാർക്സ് ഏകദേശം ഇത് എക്സാക്ട്ലി ആണോ? നോ, ഒരു ആവറേജ്, ഒരു അഗ്രഗേറ്റ് മാർക്സ് ആണ്. മേ ബി ഒരു മാർക്ക് കൂടാം, ഒരു മാർക്ക് കുറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ബട്ട് എക്സാക്ട്ലി
ഇതല്ല. ഓക്കെ, മേ ബി ഒരു പ്ലസ് ഓർ മൈനസ് 1 നമുക്ക് എറർ റേറ്റ് പറയുകയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 1 അങ്ങോട്ടും ഇങ്ങോട്ടും ആവാന്നേ ഉള്ളൂ. നെക്സ്റ്റ് കംസ് എന്താണ്, നമ്മുടെ കോർഡിനേറ്റ് ജോമെട്രി വരുന്നു. കോർഡിനേറ്റ് ജോമെട്രി ഒബിയസ്ലി നമുക്ക് 6 മാർക്കാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും 6 മാർക്സിന്റെ ക്വസ്റ്റൻ ഉണ്ടാവും. നൗ കംസ് ദി ഹാർഡസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ആള് വരുന്നത് എന്താണ്, ജോമെട്രി എന്നൊരു ഭാഗമാണ്. ജോമെട്രിക്ക് അത് വരുന്ന 2 ചാപ്റ്ററുകളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ട്രയാങ്കിൾസ്, രണ്ടാമത്തെ സർക്കിൾസ്. രണ്ടും നല്ല ഹാർഡായിട്ടുള്ള ചാപ്റ്റർ ആണ്. ഹാർഡായിട്ടുള്ള ചാപ്റ്ററിനകത്ത് 2 15 മാർക്സ് ആണ് വെക്കുന്നത്. അപ്പൊ നിയർലി 9 മാർക്സ് ആണ് നമ്മുടെ ട്രയാങ്കിൾസിനും, 6 മാർക്സ് ആണ് നമ്മളുടെ എന്തെന്ന് പറഞ്ഞാൽ സർക്കിൾസിനും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോ കൃത്യം 9 മാർക്സ് ആണോ, എക്സാക്ട്ലി 9 മാർക്സ് ആണോ വരിക? അല്ല, ഒരിക്കലും അല്ല. മേ ബി ഒരു 8 മാർക്സ് ആവാം, മേ ബി ഒരു 7 മാർക്സ് ആവാം, മേ ബി 10 മാർക്സ് ആവാം. ഓക്കെ, നോ അതേപോലെ തന്നെ 6 മാർക്സ് ആണോ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് എക്സാക്ട്ലി 6, മേ ബി ഒരു കപ്പിൾ ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നതാണ് നമ്മുടെ ഏതെന്ന് പറഞ്ഞാൽ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോ നെക്സ്റ്റ് കപ്പിൾ ഓഫ് നമുക്കൊന്ന് നോക്കാനുണ്ട്. ഇതേ നോക്കിയോളാം, ട്രിഗണോമെട്രി. Introduction to trigonometry and application trigonometry together carries 12 marks each. Okay, അപ്പൊ അതിനകത്ത് കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഏതാണ്, നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ആയിരിക്കും. ആപ്ലിക്കേഷൻസ് 3 to 4 മാർക്സ്. ബട്ട് സ്റ്റിൽ കേസ് ബേസ്ഡ് സ്റ്റഡി, ആപ്ലിക്കേഷൻസ് എല്ലാം, കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ടു ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ. നൗ നെക്സ്റ്റ് മെൻസുറേഷൻ അല്ലെങ്കിൽ മെഷറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഫസ്റ്റ് തിങ് ഈസ് area related to circles. Very easy chapter. You can easily score complete marks out of this chapter. And then comes the surface area volume. So comparatively tougher than the area related to circles. അപ്പോൾ എന്താണ്, 2 5 മാർക്സ് ആണ്. ഏകദേശം ഒരു ആവറേജ് അഗ്രിഗേറ്റ് ഒരു 5 മാർക്സ് ആണ് നമുക്ക് ഈ 2 ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത്. ആൻഡ് ലാസ്റ്റ് കംസ് ദി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്റർ is a big chapter, yet നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും കുറഞ്ഞ എഫേർട്ടിൽ മാക്സിമം മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 7 to 8 മാർക്സ് ഉറപ്പാണ് ആ ചാപ്റ്ററിൽ. 7 to 8 മാർക്സ് ഉറപ്പായിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്. മേ ബി ഇറ്റ് ഗോസ് ബിയോണ്ട് 8 to 9 മാർക്സ്, വിച്ച് മീൻസ് പ്രോബബിലിറ്റി അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ അല്ല. മീൻസ് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ചോദിക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 3 to 4 മാർക്സ് നമുക്ക് എന്തായാലും ഒരു എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ കരിക്കുലം അല്ലെങ്കിൽ സിലബസ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ CBSE ബോർഡ് റിലീസ് ചെയ്തിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ഓരോ പാറ്റേൺ എങ്ങനെയാണ്, അതിനകത്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാ. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാണ് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. അഗെയിൻ നമുക്ക് നമ്മളുടെ മാത്സിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ, അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് എന്നൊരു പേപ്പറും ഉണ്ട്, അതേപോലെ ബേസിക് എന്നൊരു പേപ്പറും ഉണ്ട്. ഓക്കെ, 2 പേപ്പറുകളാണുള്ളത്. രണ്ടിന്റെയും ജനറൽ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ്ലി സെയിം ടു സെയിം ആണ്, കോപ്പിയാണ്. അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് ഇവിടെ പറയുന്നു എന്ന് വിചാരിച്ച് അതിനകത്ത് ബേസിക്കിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. സോ അവർ എക്സാമിന്റെ നമ്മുടെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാർക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 80. ഓക്കെ, 80 മാർക്സ് ആൻഡ് ഇറ്റ് വിൽ ബി എ 3 hour എക്സാം. ഓക്കെ, 3 hourന്റെ 80 മാർക്സിന്റെ എക്സാം ആയിരിക്കും നമ്മുടെ 2 മാത്തമാറ്റിക്സ് എക്സാമും, വിച്ച് മീൻസ് ബേസിക് ആൻഡ് സ്റ്റാൻഡേർഡ്. നൗ ഇതിനകത്ത് നമുക്ക് ടോട്ടൽ ഒരു 38 ക്വസ്റ്റ്യൻസ്, ഓബിയസ്ലി 38 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർ ഷുവർ 38 ക്വസ്റ്റ്യൻസ് ഇല്ല എങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കയറിയിരിക്കുന്നത് മാത്തമാറ്റിക്സ് എക്സാമിനല്ല, അല്ല എങ്കിൽ നിങ്ങൾ കയറിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, 38 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നോ ഈ 38 ക്വസ്റ്റ്യൻസും ചുമ്മാ റാൻഡം ആയിട്ട് അവിടുന്ന് ചോദ്യമില്ല, അത് എക്സാക്ട്ലി പ്ലാൻഡ് ആയിട്ട് ഒരു പാറ്റേണിൽ മാത്രമായിരിക്കും അത് ചോദിക്കുക. വിച്ച് മീൻസ് അത് 5 ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ABCD and E. Now each section എന്താണ്, ഡിഫറെന്റ് വെയിറ്റേജ് ആണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് ഡിസ്കസ് ഈച്ച് ആൻഡ് എവറി ടൈപ്പ് ഇൻ ഡീറ്റെയിൽ. Now let's say section A. Section A will contain 20 questions of 1 mark. 1 mark അടങ്ങിയിരിക്കുന്ന 20 questions നമുക്ക് എന്താണ് സെക്ഷൻ എയിൽ കാണാം. Now in section A first 80 questions MCQs ആയിരിക്കും, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ A ആണെങ്കിൽ A, then B or C, then D അങ്ങനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്താൽ മാത്രം മതി. അതിന്റെ നമ്മുടെ സ്റ്റെപ്പുകളോ കാര്യങ്ങളോ പ്രൂഫുകളോ ഒന്നും തന്നെ കാണിക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് 18 questions will be MCQs. Okay, then 2 more questions are there. 2 more questions which will be assertion and reasoning. Yes, there comes our first thing,
കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ CBQs അവിടെ വന്നിരിക്കുന്നു നമ്മുടെ CBQs. അപ്പോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 19 and 20 will be obviously assertion reasoning ആയിരിക്കും 1 മാർക്കിന്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് മാത്രമേ കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ വരത്തുള്ളൂ എന്ന്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്, തെറ്റാണ്. കാരണം എന്താണ്, it can be asked in any level of questions. Let it be in section A, section B, section C, section D, section E, ഏത് തന്നെ ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും അത് ചോദിക്കാവുന്നതാണ്. Going for the next one, section B. section B എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ MCQ പോലെ തന്നെയാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് എന്താണ് ആ പ്രൂഫ്, ആ സ്റ്റെപ്പുകൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കണം. which means 21 to 25 it will be very short answer questions, 2 marks. each question carry 2 marks. 2 marksന്റെ 5 ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ കാണാൻ പറ്റും, നമ്മളുടെ സെക്ഷൻ ബിയിൽ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ ഗോയിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ which is C, we will be seeing 26 to 31st. It will be 26, 27, 28, 29, 30, 31. 6 question will be of short answer, SA, short answer type question which carries 3 marks. അപ്പോൾ എന്താണ്, കുറച്ചുകൂടെ വലുതായിട്ടുള്ള, കുറച്ചുകൂടെ ചിന്തിക്കേണ്ട, കുറച്ചുകൂടെ നമുക്ക് ആലോചിക്കേണ്ട, തിങ്ക് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞു നമ്മളെവിടെ, നമ്മുടെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 marks each. ഓക്കെ, 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ ഷോർട്ട് ആൻസറിൽ വരിക. ഓക്കെ, സോ 26 to 31. നൗ അവിടെ തീർന്നില്ല, നെക്സ്റ്റ് നമ്മുടെ സെക്ഷനിലേക്ക് പോവാണ് which is section D, which will be from 32 to 35. യെസ്, ഇവിടെയാണ് നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, കൃത്യമായിട്ടുള്ള രീതിയിലാണോ നമ്മൾ പഠിച്ചത് എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ ഇതാണ്. ഓക്കെ, ഇതാണ് which means long answer type. long answer type is the longest type of answer, which means നമുക്കൊരു 1 page or 1.5 page വരെ ലെങ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും which carries 5 marks each. the largest individual question largest marks വരുന്നത് നമ്മളുടെ എവിടെയായിരിക്കും, നമ്മുടെ ഈ ലോങ് ആൻസറിലായിരിക്കും. 5 marks ആയിരിക്കും. ഓക്കെ, that will be bigger because it can be asked from quadratic equation, arithmetic progression, it can be asked from the introduction to trigonometry, applications of trigonometry. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിവിടെ ചോദിക്കാവുന്നതാണ് 5 mark question. അത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഈ ഒരു 5 mark questions ആണ്. Then comes the section E, the largest, the biggest, the toughest. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതായത് റിയൽ ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് വി ഹാവ് സ്റ്റഡീഡ് യെറ്റ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നമ്മൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യും റിയൽ ലൈഫിൽ, ഫിസിക്കൽ വേൾഡിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യും എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത് എവിടെയാണ്, നമ്മളുടെ ഈ 36 to 38 ക്വസ്റ്റ്യൻസ് ആയിരിക്കും which is case based studies. അതായത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് which means നമുക്കൊരു സ്റ്റോറി തരും, സ്റ്റോറിക്കകത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനകത്തുനിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല, ആ ഒരു വലിയ കോംപ്രിഹെൻഷൻ ആയിരിക്കും. അതിനകത്ത് ഒരു 3 ക്വസ്റ്റ്യൻസ് കാണും. 3 ക്വസ്റ്റ്യൻസ് കാണും. ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കാണും, ദെൻ ഒരു 2 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണും, അതിനൊരു ഓർ ക്വസ്റ്റ്യൻ കാണും, ദെൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, സോ അങ്ങനെ ടോട്ടൽ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അത്ര 3 കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റും, സെക്ഷൻ ഇയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്താ പറഞ്ഞാൽ നമ്മുടെ പാറ്റേൺ അല്ലെങ്കിൽ രീതി, ചോദിക്കുന്ന ആ ഒരു സ്റ്റൈല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ തന്നെയായിരിക്കും. എല്ലാ ചോദ്യ പേപ്പറിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ലെറ്റ് ഇറ്റ് ബി സ്റ്റാൻഡേർഡ് ഓർ ലെറ്റ് ഇറ്റ് ബി ബേസിക്, എനിത്തിങ് അറ്റ് ഓൾ. ഇനി നമുക്ക് 1-2 ഇന്റേണൽ ചോയ്സ് അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടാവും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എവിടെയൊക്കെ ഫിഗേഴ്സ് വരയ്ക്കുന്നുണ്ടോ നിങ്ങൾ, എവിടെയൊക്കെ ഫിഗേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ ട്രിഗണോമെട്രി ചാപ്റ്ററിൽ നമുക്ക് എന്താണ് ഫിഗറുകൾ കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടാവും, സർക്കിൾ ചാപ്റ്ററിൽ ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നീറ്റ് ആയിട്ടുള്ള നല്ല എന്താണ് ലെജിബിൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിലും കാര്യങ്ങളിലും വേണം എന്ത് ചെയ്യാൻ അവിടെ എഴുതി വെക്കാം. കാരണം എന്താണ്, അവർക്ക് നീറ്റ് അല്ല എന്നാൽ ക്ലീൻ അല്ല എന്ന് പറഞ്ഞ ഒരു റീസൺ കൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ മാർക്ക് തരാതിരിക്കാൻ പറ്റും. സോ അവിടെ എന്തായാലും നിങ്ങൾ നമ്മുടെ വീട്ടിൽ റഫ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഹോംവർക്ക് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം ബുക്ക് വയ്ക്കുന്ന പോലെയല്ല, വളരെ നീറ്റ് ആയിരിക്കണം, വളരെ ക്ലീൻ ആയിരിക്കണം. ഓക്കെ, പറഞ്ഞിരിക്കുന്ന പൈയുടെ വാല്യൂ 22/7 അൺലെസ് സ്റ്റേറ്റ്, അതായത് നമ്മളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ പൈയുടെ വാല്യൂ 22/7 തന്നെ എടുക്കണം, അല്ലെങ്കിൽ 3.14 എന്നൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടില്ല എങ്കിൽ ജസ്റ്റ് പൈ = 22/7 അത്ര എഴുതി തീർക്കുക എന്നതൊക്കെയാണ് പറഞ്ഞത്. ഒബ്വിയസ്ലി ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്
കാൽക്കുലേറ്റേഴ്സ് നോട്ട് അലൗഡ്. കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ല എന്നുള്ള കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. നൗ നെക്സ്റ്റ് നമ്മൾ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഈ കാര്യങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെയാണോ നമ്മുടെ SQP സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളൊന്ന് നോക്കാം. അതേ നോക്കി സെക്ഷൻ എയിലേക്ക് നോക്കി. സെക്ഷൻ എ 20 questions. 20 questions കഴിഞ്ഞപ്പോൾ സെക്ഷൻ ബി ആയി. ഈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 21 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം 1 മാർക്കാണ്. ഇത് കണ്ടോ 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് 18 ക്വസ്റ്റ്യൻ MCQ ആണെന്ന് പറഞ്ഞിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത് ദെൻ 2 questions will be assertion tracing. ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മുടെ പോളിനോമിയൽസ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ പോളിനോമിയൽ പാസ് ത്രൂ പോയിന്റ്സ്, സം പോയിന്റ്സ് ഹാവ് ബീൻ ഗിവൺ. അതിനകത്ത് സീറോസ് ഏതൊക്കെയാണെന്നാണ്. സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ. y 0 ആകുന്ന ആൾക്കാരിലെ എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ -6 ഫൈനൽ ഫസ്റ്റ് ആൻസർ വന്നു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ സീക്കന്റ് ടാൻജന്റ് ആണെന്നുള്ളത് നമ്മൾ വളരെ എത്രയോ പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു അല്ലേ. സീക്കന്റ് എന്താണ്, ടാൻജന്റ് എന്താണ്, സീക്കന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് nth ടേം നമ്മൾ nth ടൈം എന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. വളരെ സിമ്പിൾ. ഗിവൺ സം സ്റ്റാൻഡേർഡ് ഫോം നോക്കിയാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. സിമ്പിൾ ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്നിന്റെ കൂടെയുള്ള ആൾ ആരാണോ അദ്ദേഹമായിരിക്കും നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മീൻസ് 7 ഒക്കെ ഒന്ന് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആലോചിക്കുന്ന ഒരു മീഡിയം ലെവലിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ മാറിക്കഴിഞ്ഞു. വിച്ച് മീൻസ് എന്താണ്? ഒരു റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ സർക്കുലർ കോണിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ദെൻ സ്ഫിയറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ദെൻ വോളിയം ഓഫ് ദ കോണും വോളിയം ഓഫ് സ്ഫിയറും ഈക്വൽ ആണെങ്കിൽ ഹൈറ്റ് എത്രയൊക്കെ എന്താണ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ, ഒരു അപ്ലൈഡ് ലെവലായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് CBQ ക്വസ്റ്റ്യൻ, കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ വന്നു കഴിഞ്ഞു. നെക്സ്റ്റ് എഗെയിൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയിൽ വാല്യൂ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ വാല്യൂ വന്നു കഴിഞ്ഞാൽ ടാൻ തീറ്റ വാല്യൂ വന്നു കഴിഞ്ഞാൽ ബാക്കി അതർ വാല്യൂസ് കണ്ടുപിടിക്കുക നേരെ നമുക്ക് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ് കണ്ടിരുന്നു. ഇനി അതല്ല സൈൻ തീറ്റ മറ്റേ കോസ് തീറ്റ വെച്ച് എല്ലാവരും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ടാൻ തീറ്റ കിട്ടുന്നു, അതിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എങ്ങനെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നമ്മളുടെ ടാൻജന്റും റേഡിയസും തമ്മിലുള്ള റിലേഷൻ ഒക്കെ വെച്ച് പഠിക്കുന്ന ഇതാണ്. ഫുൾ 110 ആണ്. അപ്പൊ ഇത്ര 90 ആണെങ്കിൽ ഇത് 20 ആണ്, ഇത് 20 ആണെങ്കിൽ ഇത് 20 ആണ്. ഇതും 20 40 ആണെങ്കിൽ ഇത് 140 ആണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. യെസ്, പോളിനോമിയൽ ആൽഫ ബീറ്റ ഉണ്ട് എങ്കിൽ നമുക്ക് എന്താണ് x സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്നുള്ള കാര്യം നമ്മൾ കണ്ടിരുന്നു. നെക്സ്റ്റ് നമ്മൾ കണ്ടത് എന്താണ്? ഇതേ നോക്കിയേ മീഡിയൻ ക്ലാസ് അപ്പർ ലിമിറ്റ് കാണാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസി കാണുക, ദെൻ മീഡിയൻ ക്ലാസ് കാണുക, ദെൻ അപ്പർ ലിമിറ്റ് കാണുക. സിമ്പിൾ ആൻഡ് സില്ലി. അഗെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ഫ്രം സർക്കിൾസ് ബട്ട് ഫ്രം വെയർ? നമ്മളുടെ ട്രയാങ്കിൾസ് എന്നൊരു ചാപ്റ്ററിലാണ് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. ജസ്റ്റ് രണ്ട് സിമിലർ ആണോ അല്ലെങ്കിൽ ഐസോസ്ലസ് ആണോ എന്നുള്ള കാര്യം ഒന്ന് പ്രൂവ് ചെയ്യാനാണ്. 11th ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സിമ്പിൾ. ദെൻ ടാൻ തീറ്റയുടെ വാല്യൂ തീറ്റ 30 ആണെങ്കിൽ നമുക്കറിയാം ടാൻ തീറ്റ 1/√3 ആണ്, ഇൻറ്റു 3/√3 ആണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. എഗെയിൻ വോളിയം ദെൻ എഗെയിൻ ഒരു അപ്ലൈഡ് ക്വസ്റ്റൻ ആണിത്. വോളിയം ഓഫ് എ സോളിഡ് ഹെമിസ്ഫിയർ തന്നിട്ടുണ്ട്. അവിടുന്ന് 6 കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക. എഗെയിൻ വെരി ഈസി. നൗ ദിസ് വൺ ഈസ് സോ ഈസി. പ്രോബബിലിറ്റി എന്നൊരു ചാപ്റ്ററിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഗെയിൻ കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മെയിൻ മീഡിയം ബോർഡ് എന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ കിടക്കുന്നത്. ആൻഡ് ദെൻ നമുക്ക് എക്സ് ആക്സിസ് ഡിവൈഡ്സ് ഇതായി നമ്മൾ എത്രയോ പ്രാവശ്യം ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ആൻഡ് ദെൻ അഗെയിൻ നമ്മുടെ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് വീണ്ടും വന്നിരിക്കുന്നു. ദെൻ ഹിയർ ends the first 18 question. Then we go to the next 2 question which is assertion and reasoning question. Then okay, assertion, reasoning, next question. Obviously this will not be a direct question. These two you have to use your mind, you have to logically think it because this will be an applied question. Okay, അപ്പോൾ ഇവിടെ പറയുന്നിരിക്കുന്ന HCF of any two consecutive natural numbers is always 2. It's true. And then even natural numbers divisible by 2 is true but it's not the actual explanation. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. then next വരുന്നത് എന്താണ്? നമ്മുടെ ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ റിലേറ്റഡ് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ സെക്ഷൻ എ കഴിഞ്ഞു. ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻ ഡൺ. ദെൻ 21st ക്വസ്റ്റ്യൻ നോക്കിയേ. 21st ക്വസ്റ്റ്യൻ പ്രൈം ഫാക്ടറൈസേഷൻ. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് HCF and LCM of 2 different numbers. Easy peasy. Now next again HCF of 2 numbers is expressible in the form of 85 minus 238. Again 85 238 HCF കാണുക. easy എന്താണ്? easy as finding as LCM, right? Now next എന്താണ്? അത് ഈ ഇക്വേഷനകത്ത് കിട്ടി കൊടുത്തു കഴിഞ്ഞാൽ
സിമ്പിൾ ആയിട്ട് നമുക്ക് എമ്മിന്റെ വാല്യൂയും കിട്ടും. Now this comes from the chapter probability. Again 2 marks question, 2 dice are rolled. So total outcomes ഏതാണ്? 1 1 1 2 1 3 2 6 6 വരെയുള്ള ടോട്ടൽ 36 outcomes ഉണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഇത് 2 dice roll bearing numbers. ഓക്കെ, നമ്മുടെ നോർമൽ നമ്പേഴ്സ് നിന്ന് മാറി 1 2 3 4 5 6 മാറി 4 6 7 9 11 12 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്തുനിന്ന് പ്രോഡക്റ്റ് ഓർഡർ നമ്പർ ആയിട്ടുള്ള ഔട്ട്കംസ് നമ്മൾ ടോട്ടൽ ഔട്ട്കംസ് എഴുതുക, then കണ്ടുപിടിക്കുക. Again simple ആണ്. Now then here too, this is also from probability chapter. Again 2 marks question, easily നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. Again this one too, just plug in the values of sin 60, tan 30 and sec 45. You will get the direct result. All you have to do is just simple calculation, simple small arithmetic steps. Okay, now going for the 25th question. എന്താണ്? ദേ നോക്കിയാ, find the points on the x axis. x axis എന്ന് തന്നു കഴിഞ്ഞാൽ അപ്പോഴേ എഴുതിക്കൊള്ളുക. എന്താണ്? ദേ x0 എന്താണ്? y coordinate will always be 0. x coordinate is something we need to find out. Then the distance തന്നിട്ടുണ്ട്. We have been given the distance, we have been given the point as well. So all you have to do is find out the distance between these 2 points. Given the distance between these 2 points is root 41. So all you have to do is just plug in the value of in the equation that root x2 minus x1 blah, blah, blah. Yes, that's it. Now next one എന്താണ്? 3 points തന്നിട്ടുണ്ട്. All you have to do is find out the isosceles triangle ആണോ, just 2 sides equal ആണ് എന്ന് പ്രൂവ് ചെയ്യുക മാത്രമേ ഉള്ളൂ. So ഇവിടെയും നമ്മുടെ എന്താണ്? direct application of the distance formula. Now goes for the 26th question. Again comes from our triangle എന്നൊരു ചാപ്റ്ററിൽ നിന്നാണ്. We need to prove certain triangles are congruent, similar ആണോ അല്ലയോ എന്ന് മാത്രം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇവിടെ ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ സെയിം തിങ് നമുക്ക് എന്താണ്? നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സിംപ്ലി പ്രൂവ് ചെയ്യാം. once you get to the point that there's two of the triangles are similar എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. Then comes the quadratic equation, 3 marks. Quadratic equation just എന്താണ്? Answers are getting bigger and bigger. Now നോക്കി, sum of two numbers is 18 and sum of the reciprocals is 9 by 40, which means എന്താണ്? sum of two numbers x plus y equal to 18. sum of the reciprocal 1 by x plus 1 by y equal to 9 by 40. Two equations, you can easily find out xy and x square y square എന്താണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. Now next alpha and beta zeros തന്നിട്ടുണ്ട്. So all you have to do is alpha plus beta. You can find out alpha plus beta. You can find alpha beta from these two equations. You can easily find out what is alpha square and what is beta square. What is alpha square and what is beta square? എന്താണ് ചെയ്യേണ്ടത്? alpha plus beta the whole square is the alpha square plus beta square plus 2 alpha beta എന്ന് കിട്ടും. So alpha beta is something we know from this equation. Alpha beta, then alpha plus beta is something we know. So all you have to do is square it. Very simple. Now next cos theta plus sin theta equal to 1. Prove that cos theta minus sin theta is equal to plus or minus 1. ഓക്കെ, ഇവിടെയും നമ്മൾ എന്താണ്? നമ്മുടെ ട്രിഗണോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്നൊരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ഡെറിവേഷൻ ആണ് നമ്മൾ ഇത് കാണുന്നത്. ഇത് നമ്മളെ ക്ലാസ്സിൽ കൈൻഡ് ഓഫ് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്, ഒരു മോഡലാണ്. നൗ നെക്സ്റ്റ് സെയിം ടു സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സെയിം ടു സെയിം ക്വസ്റ്റ്യൻ. അതിന്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. 35 minutes ഇൻടാക്ട് അവിടെ തന്നെയുണ്ട്. 35 minutes. ഓക്കെ, നൗ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അഗൈൻ ടു ഫൈൻഡ് ഔട്ട് ദി ഏരിയ ഓഫ് എ സെഗ്മെന്റ്. ഓക്കെ, ഏരിയ ഓഫ് മൈനർ സെഗ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അതിന് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉള്ളതാണ്, നമുക്ക് easily കണ്ടുപിടിക്കാവുന്നതാണ്. And here it is we have been asked to take root 3 equal to 1.73. So wherever you have seen or you are seeing root 3, you have to plug in the value 1.73. And next question, easy peasy. Root 3 is an irrational. B by Q rational assume ചെയ്യുന്നു. Then we go through certain steps and we will arrive at the point that this is contradiction to our assumption, so this is not right എന്ന് നമുക്ക് പറയാം. Now comes to the bigger part, the bigger game. നമ്മളിപ്പോൾ end ഗെയിമിലേക്ക് കയറി കഴിഞ്ഞു. So നോക്കിയേ, graphically solve ചെയ്യുക. So easy. Graphically solve ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഓർ ക്വസ്റ്റ്യൻ എന്താണ്? you have to make an equation then solve it. ഓക്കെ, എനിക്ക് തോന്നുന്നു കൂടുതൽ ഈസി പീസി മുകളിലുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 5 marks ആണ്. ഈസി ആയിട്ട് 5 marks. Then this question comes from നമ്മുടെ സർക്കിൾസ്, ടാൻജൻസ്, ടാൻജന്റ് റിലേറ്റഡ്, അതെല്ലാം നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. Now നമ്മുടെ boy is the high level, so 135 meter 1.35 meter height ഉള്ള നമ്മുടെ boy ground level നിന്ന് എന്താണ് മുകളിലേക്ക് നോക്കുന്നു. Then that blowing wind is horizontal lines or spots a balloon. Same to same question നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. നമ്മൾ അതല്ലാതെ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ഒരു എയറോപ്ലെയിൻ മൂവ് ചെയ്യുന്നത് എക്സാമിൽ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. 5 marks. So 5 marks is easily scoreable. Now നോക്കി, mean and median.
I told you several times, mean and median will help you. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന രക്ഷകൻ, the savior എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരാണ്? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ 5 മാർക്സ് ഉറപ്പിച്ചോ. നിങ്ങൾക്ക് ഒരു മീൻ മീഡിയൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ഫ്രീക്വൻസി തന്നിട്ട് അവിടെ നമുക്ക് എന്താണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ മീഡിയനോ മീൻ തന്നിട്ടുണ്ടെങ്കിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ഫ്രീക്വൻസി, മീൻ അത് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. Now comes the larger, the tougher, the bigger part of the exam, which is case based study. So we will be having 3 questions, 4 marks each. Okay, ഇതാണ് the real application, the real competency based question start ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. കഥ തുടങ്ങുന്നു. നമ്മുടെ ഷീല വിസൽസ് ഹോം നിയർ ക്ലാസ് ചാർജ് കാണുന്നു. ക്ലാസ് ചാർജ് എന്ത് ചെയ്യുന്നു? നമ്മൾ മേളിൽ അടിക്കൊക്കെ വെക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. ടോപ്പ് ലെയറിൽ 3 ആണ്, നെക്സ്റ്റ് ലെയർ 6 ആണ്, നെക്സ്റ്റ് ലെയർ 9 ആണ്. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ലോഗിന്റെ വെച്ച് തടിക്കഷ്ണം വെച്ചിട്ടുള്ളത് നമ്മൾ ചെയ്തിരുന്നു അല്ലേ? ശരിയല്ലേ? സെറ്റ് അല്ലേ? അതേപോലെ നമ്മൾ കണ്ടിരുന്നു. അതേ നോക്കി, ഇവിടെ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ഉണ്ട്, 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, 2 മാർക്കിന്റെ ഒരു ഓർ ക്വസ്റ്റൻ ഉണ്ട്, which means 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ട്രയാങ്കിൾ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സർഫസ് ഏരിയ വോളിയംസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, സോ അപ്പോ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പയ്യെ നമ്മളുടെ ഇത് എവിടെ നിന്നൊക്കെയാണ് വന്നത്, എങ്ങനെയൊക്കെയാണ് വന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കി കളയാം. സോ ദേ ശ്രദ്ധിച്ചോളുക, ദേ നോക്കിയേ, ദേ കണ്ടോളൂ. നമ്പർ സിസ്റ്റം എത്ര? ക്വസ്റ്റ്യൻ നമ്പർ 19, ക്വസ്റ്റ്യൻ നമ്പർ 21. സോ ടോട്ടൽ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ക്വസ്റ്റ്യൻസ്? 3 questions have been asked from the first chapter, which is of 6 marks. Then polynomials, 3 questions again, 3 questions, 5 marks. Then again നമുക്ക് എന്താണ്? Now 2 questions have been asked in the pair of linear equation. അത് നമുക്ക് കാണാം 6 marks question. Then again 2 questions here, 4 questions in the കോർഡിനേറ്റ് ജോമെട്രി. അങ്ങനെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ മാർക്സും കൊടുക്കുന്നുണ്ട്. ടോട്ടൽ മാർക്സും അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നിന്റെയും ഓരോ ചാപ്റ്ററിന്റെയും എന്തുമാത്രം ക്വസ്റ്റ്യൻസും എന്തുമാത്രം മാർക്കുകളാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ 1 2 3 ക്വസ്റ്റ്യൻസ്. സോ then 2 questions, then 2 questions again here, then here. അപ്പൊ അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ഓരോ ചാപ്റ്ററിന്റെയും എത്രമാത്രം ക്വസ്റ്റ്യൻസ്, എത്രമാത്രം മാർക്കുകൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ്. ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് ചാപ്റ്റർ കിടക്കുന്നു. ഓക്കെ, നൗ നെക്സ്റ്റ് ഫുൾ ഞാനിപ്പോ കാണിച്ച കാര്യങ്ങള് ഫുൾ ഞാൻ ഇവിടെ ഇട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പേജ് കിടപ്പുണ്ട്. ഇതേ നോക്കിയേ, ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്. 20 മാർക്സിന്റെ MCQs നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സെഷനിൽ 20 മാർക്സ് ഉണ്ട്. നെക്സ്റ്റ് നോക്കാൻ കഴിഞ്ഞാൽ 10 മാർക്സിന് സെക്കൻഡ് വെരി ഷോർട്ട് ആൻസർ. Then നോക്കുക 18 marks from the third, which means 3 carries each. Each question carries 3 marks. Then 5 mark in the 4 questions, which means 20 marks. Then 12 mark from 3 case based questions, which means 4 marks each. Okay, അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് ഈ ഒരു കളറിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റേണൽ ചോയ്സസ് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഗ്രീൻ കളറിൽ നമുക്കിവിടെ കാണാവുന്ന വേറെ ഒന്നുമല്ല, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് എന്താണ്? സ്റ്റാൻഡേർഡ്, അതായത് മാത്തമാറ്റിക്സിന്റെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലാണ് എങ്കിൽ നമുക്ക് നോക്കാം. ഇതേ സാധനം തന്നെ ബേസിക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് നോക്കുക കണ്ടോ, ഇതാണ് ബേസിക്കിലെ വരിക. ബേസിക്കിലെ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന പോലെ ആയിരിക്കും. നോക്കിയേ, 23 22 internal choices are there. 2 internal choices are again 2 case based questions. Again നമ്മൾ ഈ 2 കാര്യങ്ങളും നമ്മൾ ഒന്ന് ഓടിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കരുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, സർഫസ് ഏരിയ വോളിയംസ് പ്രോബബിലിറ്റി ചാപ്റ്ററിൽ നിന്നൊക്കെ എന്താണ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നോക്കിയേ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ, കോർഡിനേറ്റ് ജോമെട്രി അല്ലെങ്കിൽ ട്രയാങ്കിൾസ്, നോക്കിയേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതേപോലെ തന്നെ ട്രയാങ്കിൾസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് ചോദിക്കാനും വളരെയധികം നമുക്ക് എന്താണ് പ്രോബബിലിറ്റി ഉള്ളതാണ്. ദെൻ അഗെയിൻ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിക്കാം. ദെൻ അതേപോലെ തന്നെ സർഫസ് ഏരിയ വോളിയംസ്, ഇത്രയും ചാപ്റ്ററിൽ നിന്ന് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്. നൗ നെക്സ്റ്റ് ഗോയിങ് എന്താണ്, ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയാലും
ഇതേ സാധനങ്ങൾ അവൈലബിൾ ആണ്. സോ നമുക്ക് ഈ ഒരു ഭാഗം അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കി, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ്. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഈസി, നമുക്ക് ഈസിലി സ്കോറബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. വെരി ഇമ്പോർട്ടൻറ്റ്, ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണ്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും 5 മാർക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. ദെൻ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ഫെമിലിയർ ആകുക. ഓക്കെ, നെക്സ്റ്റ് ഈ 2 ചാപ്റ്റർ വിച്ച് ഈസ് triangles and circles is very important. It carries huge chunk of marks. Okay, now next the quadratic equation is very important. Arithmetic progression is very important. Okay, ഈ 2 ചാപ്റ്ററും very important ആണ്. ബിക്കോസ് ബിഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ആൻഡ് ഓഫ് കോഴ്സ് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി വളരെ ഈസിയാണ്, റിയൽ നമ്പേഴ്സ് വളരെ ഈസിയാണ്, then ഏരിയ റിലേറ്റഡ് സർക്കിൾസ് വെരി ഈസി, then കോർഡിനേറ്റ് ജിയോമെട്രി ഈസി പീസി, പോളിനോമിയൽസ് വെരി ഈസി. അപ്പോൾ ഈ ചാപ്റ്ററുകളെല്ലാം ഈസി ആയിട്ടുള്ള ചാപ്റ്ററും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോഴും ഇത് തന്നെയാണ് മനസ്സിലാകുന്നത് ഈ ഒരു കാര്യം. അതായത് ഈസി ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്, ഹാർഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പ് ഓഫ് ചാപ്റ്ററിലാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഒരു കാര്യം നിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മോസ്റ്റ്ലി നമുക്ക് ടെക്സ്റ്റ് ബുക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് മാത്രം നമ്മൾ എന്താണ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റില്ല. സോ എന്താണ്, നമുക്ക് ഗൈഡ്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ MB 360 പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് എങ്കിൽ വി വിൽ ഗെറ്റ് ടു എ കംപ്ലീറ്റ് അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു മാർക്സിലേക്ക് എത്തിച്ചേരാൻ സുഖമായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഓരോ ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോളോ ചെയ്യരുത്, ടോപ്പിക് ഏത് ടോപ്പിക്കിൽ കൂടുതൽ മാർക്കുകൾ വരും, ഏത് ടോപ്പിക്കിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്ത്, ഇപ്പം മാത്തമാറ്റിക്സ് മാത്രമല്ല ഏതായിക്കോട്ടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് കോഴ്സ് തരാൻ വേണ്ടിയിട്ട് മെന്റർ ബിയിലെ ഈച്ച് ആൻഡ് എവരി മെമ്പർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് റെഡി ആയിരിക്കണം, വേറൊന്നുമല്ല, നിങ്ങൾക്കുള്ള ഒരു ഇതൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെന്റർ ബിയിൽ ഒരു പുതിയൊരു കോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സാം കില്ലർ, മെന്റർ ബിയുടെ സ്റ്റാർട്ടിങ് തന്നെ എക്സാം കില്ലർ ആയിരുന്നു. എക്സാം കില്ലറിന്റെ വേർഷൻ 2.0 വേർഷൻ 2 ആണ്. നമ്മളെവിടെ ഒക്ടോബർ 25 മറക്കരുത്, ഒക്ടോബർ 25 സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കരിക്കുലവും SQPയും എല്ലാം അനലൈസ് ചെയ്ത് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ റെഡി ആയിട്ട് ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, അപ്പോൾ മറക്കരുത് ഒക്ടോബർ 25. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നെയ്ബേഴ്സും റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അതിനെക്കൊണ്ട് അവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യുക, വേഗം ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അഗെയിൻ നമ്മുടെ ഡേറ്റ് മറക്കണ്ട, ഒക്ടോബർ 25 സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, അപ്പോൾ വേഗം അഡ്മിഷൻ എടുക്കുക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യും, നമ്മളിനി ക്ലാസ്സിൽ കാണുന്നുണ്ടായിരിക്കും. ഓരോ രീതിയിൽ എങ്ങനെയാണ് ടാക്ടിക്കലായിട്ട് ഓരോ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. എവിടെ? എക്സാം കില്ലറിൽ. ഓക്കെ, യെസ്.